ഒരു മാസത്തേക്കുള്ള വാടക നമുക്ക് നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഇവളുടെ ഒരു കൂട്ടുകാരിയുണ്ട്, ഇവളുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ് മുംതാസ്. അതെ, ഞങ്ങൾ ഈ അരുവിപ്പുറം യാത്രയിൽ, അതായത് തിരുവനന്തപുരം അവിടേക്ക് പോയി കഴിഞ്ഞപ്പോൾ മുംതാസിനെ കാണാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് നമുക്ക് ഈ പൈസ കിട്ടും എന്നറിഞ്ഞതിന് ശേഷമാണ് അത് ചെയ്തത്. കാരണം ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മൾ അവളെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. കാരണം അവരുടെ കാര്യം എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. കാരണം അവർ 2 കുട്ടികളുണ്ട്, പിന്നെ ഹസ്ബൻഡിന് ഒട്ടും നടക്കാൻ പാടില്ല, ഒട്ടും ചലനശേഷി ഇല്ലാത്തൊരു വ്യക്തിയാണ്. കാരണം പുള്ളി ഇരുന്നുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ സാധിക്കുന്നത്. പിന്നെ അവൾക്കും അസുഖമാണ്. അവൾക്ക് എന്താണ് പ്രശ്നമുള്ളത്? അവർക്ക് ഡിസ്കിന് കംപ്ലൈന്റ്, ആ നടപ്പിന്റെ കൊണ്ടിട്ട് നടക്കുന്നതിന്റെ ഇതായിട്ട് ഡിസ്കിന് തീരുമാനം. അവർക്ക് ഒരു കാലിന് കുറച്ച് ചലനശേഷി കുറവുണ്ട്. അപ്പോൾ അത് കാരണം അങ്ങനെ ഒരു നടപ്പ് ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് പിന്നെ ഡിസ്കിന് കംപ്ലയിൻറ്റ് വന്നു. അങ്ങനെ അവർ തിരുവനന്തപുരത്ത് ഒരു വാടക വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ അത് പുള്ളിക്കാരൻ്റെ ഒരു അവസ്ഥ വെച്ചിട്ട് ഞങ്ങൾ 2 ചാനലിന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ്റെ ഈ അവസ്ഥ കാണിച്ച് വീഡിയോസ് ചെയ്തിരുന്നു. പക്ഷേ പല പ്രമുഖ സംഘടനകൾ, ഞാൻ പേരെടുത്ത് എന്തായാലും പറയുന്നില്ല, പല പ്രമുഖ സംഘടനകളും പ്രമുഖരും സഹായിക്കാം എന്നൊക്കെ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. പക്ഷേ പിന്നീട് ഒരാൾ പോലും തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയിലേക്ക് അവരെ വാടക വീട്ടിലെത്തിച്ചതും അങ്ങനെ ഒരു പിന്തുണ കൊടുത്തുകൊണ്ടായിരുന്നു. പിന്നീട് അതൊന്നും അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. പിന്നീട് അവർ വാടക കൊടുക്കാൻ വരെ ഇപ്പോൾ ബുദ്ധിമുട്ടായി. 2 കുട്ടികൾ, തീരെ ചെറിയ 2 കുട്ടികൾ, അവരുടെ പഠിത്ത കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആദ്യം എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം സഹായിക്കുക അവരെയാണ് ഞങ്ങൾ തീർച്ചപ്പെടുത്തിയത്. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയ സമയത്ത് നേരെ അവരെ കണ്ടിട്ടേ പോരുള്ളൂ എന്നുള്ളത് തീർച്ചപ്പെടുത്തിയിരുന്നു. അങ്ങനെ നേരെ അവരെ കണ്ടു. അവർക്ക് ഒരു മാസത്തേക്കുള്ള വാടക നമുക്ക് നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ, നമ്മളുടെ കഴിവ് അറിയാമല്ലോ, ആ ഒരു നമുക്ക്. കാരണം ഈ യൂട്യൂബിൽ നിന്ന് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്ന് എന്താണ് നമുക്ക് വരുമാനം വരിക, ആ $100 വെച്ചെത്തിച്ച് അതിൽ നിന്ന് കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പൈസ അത് തുച്ഛമായ പൈസ അല്ലേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താണ് ചെയ്യുക എന്നുള്ളത് ഇതിന് കറക്റ്റായിട്ട് കണ്ടില്ല. ഇപ്പോൾ ഈ അക്കൗണ്ടിൽ ഇങ്ങനെ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണിക്കാൻ പാടില്ലെന്നെന്തോ പോളിസി ഉണ്ടെന്ന് തോന്നുന്നു. എങ്കിലും ഞാൻ ഇത് കാണിക്കുകയാണ്. ഇപ്പോൾ ഇത്രയും $ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ആദ്യത്തെ ഇതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു വിഹിതം അവർക്ക് നമ്മളെന്തായാലും മാറ്റി വെച്ചു. അത് കൊടുത്ത് സന്തോഷത്തോടെ അവരെ കണ്ട് യാത്രയും പറഞ്ഞിട്ട് പോകുന്നു.